നിങ്ങളെ മൂന്നാളി എത്ര ഇനി കാര്യത്തിലേക്ക് വരാം. ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടൂല. അയാൾ എങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഇവിടെ എവിടെ അത് ഞാൻ ഏറ്റു. ഉന്നം തെറ്റിക്കരുത്. ഉന്നം എന്നെ പഠിപ്പിക്കണ്ട. ഒന്നുങ്ങ വന്നേ മോനെ. ആ തന്റെ കാര്യം മറന്നുപോയി. വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ചു രണ്ടു നേരം വീടായിരിക്കും. ആ ഞാൻ ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. അവനെങ്ങാനും ഇതിന്റെ പേരിൽ കണസാംസം പറഞ്ഞ് എന്റെ അടുത്ത് ഒന്നല്ല ചവിട്ടുകുട്ടിയെ പൊളയിലേക്ക് വിളിച്ചറിയും. ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡായിരിക്കും. നീ ഒളിച്ചിരിക്കരുതല്ലേടാ. ചേട്ടാ പൊന്നപ്പനെ കണ്ട ഇതാ മുട്ടുപോലത്തെ വീടാണല്ലടാ. ഇത്രയും വലിയ വീടാണെങ്കിൽ ഒരു കാർ വിളിച്ചു പോന്നാ മതിയായിരുന്നില്ലേ? എന്നെ ഒഴിവാക്കിയിട്ടുള്ള യുവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആ വരുന്നതാരാ? ബലിക്കാക്ക ബിലാലിക്ക വരുന്നു അവനറിയായിരുന്നു. എന്താ ലേറ്റ് ആയേ? ഇത് തീർന്നില്ലേ? കൈവിട്ട് പോവാ. ക്ഷമിക്കുന്ന ചേട്ടൻ ഒന്നും ചെയ്യല്ലേ. പോയാ ഇയാള് പോയില്ലേ? ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. നല്ല വിജൃംഭിച്ച പടി. പിന്നെ നാല് ഭാഗത്തും കണ്ണു വേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സുന്ദരോ എന്താ വിളിച്ചു? അങ്ങനെ അങ്ങ് പോയാലോ നീ? ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. പയറ് പോലെ ഓടി കിടക്കണം. ചാടിക്കോ. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? ജീവൻ വേണമെങ്കിൽ പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ഇവനാള് കൊള്ളാലോ. അൽപായസായി പോയല്ലോ എന്റെ തുപ്പി. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെയായി. രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ല. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ ഇറങ്ങി വേണേ വെളിയിൽ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു